ഇത് ഗുരുനാഥൻ്റെ ഇവിടെ വൃത്തിയെല്ലാം ചെയ്യുന്ന അമ്മയാണ് ചെല്ലമ്മ എന്ന പേര്. കണ്ട, ചെല്ലമ്മ എന്ന പേര്. എവിടെ വീട് അമ്മേൻ്റെ? നമ്മളിപ്പോൾ പോകുന്നത് മുനിപ്പാറയിലേക്കാണ്. ഇവിടെ മുകളിൽ പിന്നെ വാൽമീകി അമ്മക്ക് പ്രസവ സമയത്ത് അമ്മക്ക് പ്രസവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ശാല അവിടെ കെട്ടിയെന്നേ ഉള്ളൂ, ലവകുശന്മാർക്ക് ജന്മം കൊടുക്കാൻ വേണ്ടിയിട്ട്. ദർഭപ്പുല്ല് കൊണ്ട് മേഞ്ഞിരിക്കുന്ന ഒരു പാറയുടെ ദർഭപ്പുല്ല് മേഞ്ഞിരിക്കുന്ന ഒരു ആലയുടെ ഉള്ളിലാണ് അമ്മ ജന്മം കൊടുത്തത്, ലവനും കുശനും. പിന്നീട് പിൽക്കാലത്ത് അവരെ കഥയിൽ അവർക്കെന്ത് സംഭവിച്ചു എന്ന് അറിയുന്നില്ല. അപ്പോൾ സീതാദേവിക്ക് സംഭവിച്ചതും ശ്രീരാമസ്വാമിക്ക് സംഭവിച്ചതും പറയപ്പെടുന്നുണ്ട്. അദ്ദേഹം സ്വർഗാരോഹണം നടത്തി
സീതാദേവി പിന്നെ പാതാളത്തിലേക്ക് പോയി എന്നെല്ലാം പറയപ്പെടുന്നുണ്ട്. പക്ഷേ ലവനും കുശനും എന്ത് സംഭവിച്ചു എന്നുള്ളത് എവിടെയും അറിയില്ല, ആരും ഒന്നും പറയുന്നുമില്ല. ഇപ്പോൾ ലൈറ്റായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബാക്കിയുള്ള കഥകൾ കാഴ്ചകൾ നമുക്ക് കേൾക്കാനോ കാണാനോ പറ്റാതായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം ഓടിപ്പോയിട്ട് വേഗം ചട്ടപ്പെടാന്ന് പറഞ്ഞ് ചെയ്തിട്ട് വേഗം വരാം. നമുക്ക് അങ്ങ് കാണുന്നുണ്ടോ, അതാണേ വാൽമീകി രാമായണം രചിച്ചു എന്ന് പറയുന്ന സ്ഥലം. മുകളിലല്ല, ഇവിടെയാണ് കേട്ടോ. മുകളിൽ നമ്മൾ പല ആളും പല കഥകളും പല അഭിപ്രായങ്ങളും പറയും, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു അവിടെയാണ്. പിന്നെ നമ്മളെ ഭാഷ മനസ്സിലായതുകൊണ്ടായിരിക്കാം, അമ്മയെ കുറ്റം പറഞ്ഞൊന്നുമല്ല, അമ്മക്കറിയുന്ന കാര്യങ്ങൾ അമ്മ പറഞ്ഞു. ഈ കുഞ്ഞ് പാലത്തിലൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. എൻ്റെ വെയിറ്റ് താങ്ങുമെന്ന് പറയാൻ പറ്റില്ല, ഞാൻ വീണിട്ടുണ്ടെങ്കിൽ ഓവയിലുണ്ടാവും. എനിക്കെന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, ക്യാമറക്ക് സംഭവിച്ചാൽ എനിക്കത് വാങ്ങാൻ എനിക്ക് കഴിവില്ലാതെയാണ്. മുത്തപ്പൻ്റെ കൃപ കൊണ്ട് എനിക്ക് കിട്ടിയതാണ്. ബെസ്റ്റ് എന്ന് വെച്ചാൽ കണ്ണ് കാണുന്നില്ല, തീക്കട്ട പോലെ കണ്ണ് ഇതാണ്. ഇവിടുത്തെ പ്രത്യേകം എന്താ അറിയോ, ഇവിടെ ഒന്നും അട്ടിയില്ലെന്നാണ് പറയുന്നത്. ഇനി എന്താണെന്നും പറിച്ചോന്ന് മാത്രമേ അറിയൂ. മഹാകാവ്യം രചിച്ചിരിക്കുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ പോകാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഉണ്ടോ രാമായണം രചിച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥലമാണിത്. മുനിപ്പാറാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് വെച്ചാണ് അദ്ദേഹം ഇതൊക്കെ ഈ കാവ്യങ്ങൾ എഴുതിയിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ഇത് ആര്യാലിൻ്റെ ഒക്കെ സ്ഥലം കണ്ടെങ്കിൽ സംഭവം കണ്ടോ. ഇതിൻ്റെ മുകളിൽ വെച്ചാണ് അദ്ദേഹം, ഇത് മുനിപ്പാറാണ് ഇതിൻ്റെ പേര്.